കൺഗ്രാജുലേഷൻ സിറ്റി എന്ന് ഫോർത്ത് ഇയർ ഇൻ എ റോ പറയാനായിട്ട് ടൈമായി എന്ന് തോന്നുന്നു. മാഞ്ചസ്റ്റർ സിറ്റിയുടെ കയ്യിലാണ് ഇത്. മാഞ്ചസ്റ്റർ സിറ്റിയുടെ ടൈറ്റിലാണ്. ഇനിയും കൊണ്ടുപോയി കളയാനായിട്ടെന്ന് മേ ബി പറയാൻ പറ്റും. ആർസണലും ലിവർപൂളും ഇന്നലെ തോറ്റു. രണ്ടുപേരും ഒരേ ദിവസം തോറ്റു. എന്താ പറയുക, ഒരു വിഷു കൈനീട്ടം പോലെ സിറ്റിക്ക് രണ്ടുപേരും അങ്ങോട്ട് ടൈറ്റിലിൽ ഒരു അഡ്വാൻറ്റേജ് കൊടുത്തിരിക്കുകയാണ്. റീസെൻറ്റ് പെർഫോമൻസുകൾ കാണുമ്പോൾ മാൻ സിറ്റി ഇസ് ബാക്ക് ടു ദെയർ ബെസ്റ്റ്. മാൻ സിറ്റി കണ്ടെടുത്തോളം മാൻ സിറ്റി സ്ഥിരം നമ്മൾ ഇതെത്ര കണ്ടിരിക്കുന്നു എന്ന് പറയുന്ന ഒരു മൈൻഡിലാണ് മാൻ സിറ്റി ഇപ്പം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. സോ വീഡിയോ കാണുന്നവർ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. സോ അത് നമ്മളെ ഇറ്റ് വിൽ ബി നല്ല ഹെൽപ്ഫുൾ ആയിരിക്കും. ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. സോ നമ്മുടെ സെക്കൻഡ് ചാനലുണ്ട്. അതിൽ കൂടുതൽ ലിവർപൂൾ, ഈ ആർസണൽ, ഇതിനെക്കുറിച്ചും മറ്റു കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഇപ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പോലെ ഞാൻ സംസാരിക്കാറുണ്ട്. സോ അതിൻ്റെ ലിങ്ക് ഞാനാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടേക്കാം. സോ അതൊന്ന് താല്പര്യമുണ്ട്, ഇങ്ങനെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള സംസാരങ്ങൾ കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും പരിഗണിക്കുക. സോ നമ്മൾ മാച്ചിലോട്ട് ഇന്നലെ നോക്കാനായിട്ടാണെങ്കിൽ ലിവർപൂൾ ക്രിസ്റ്റൽ പാലസിന് അഗേൻസ്റ്റും ആസ്റ്റൺ വില്ലയുടെ അഗേൻസ്റ്റ് ഹോമിലും, രണ്ട് ടീമും തോറ്റത് ഹോമിലാണ്. ഇന്നലെ ആസ്റ്റൺ വില്ലയോട് 2-0 ക്രിസ്റ്റൽ പാലസിനോട് 1-0 ലിവർപൂളും ആർസണലും തോക്കുന്നത്. ഫസ്റ്റ് ക്രിസ്റ്റൽ പാലസ് ലിവർപൂൾ മാച്ചിലോട്ട് നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ലിവർപൂൾ വിൽ ബി കിക്കിങ്. ലിവർപൂൾ അവരെ തന്നെ ഇട്ട് കുറ്റം പറയും. അവർക്കിട്ട് തന്നെ അവർ സ്വയമേ രണ്ടെണ്ണം കൊടുത്താലും തെറ്റ് പറയില്ല. അമ്മാതിരി ബേസിക് ഫിനിഷിങ് മറന്നു പോകുന്ന പോലെ. സാലയൊക്കെ ഈ ആഫ്കോണിന് ശേഷം വന്ന ആഫ്കോൺ കളിച്ചില്ല, ബട്ട് ആ പരിക്ക് വെട്ടി തിരിച്ചു വന്ന സാല ഒറിജിനൽ സാല തന്നെയാണോ എന്നൊക്കെ ടെസ്റ്റ് ചെയ്യണം. റീസെൻ്റ്ലി ഞാൻ പല തവണ പറഞ്ഞു, ഇതിൻ്റെ ഒരു റീസൺ പ്ലേയേഴ്സാണ്. ക്ലോപ്പിനേക്കാളും മേജർ റീസൺ പ്ലേയേഴ്സാണ്. പിന്നെ FSG ഈ ഒരു സിറ്റുവേഷൻ വരുന്നതിൽ FSG കാരണക്കാരനാണ്. അതിനെക്കുറിച്ച് നമ്മുടെ സെക്കൻഡ് ചാനലിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ഉടനെ ചെയ്യുന്നതാണ്. ഈ ലിവർപൂൾ ഇന്നലത്തെ മാച്ചിലോട് നോക്കാനാണ് ഫസ്റ്റ് ഹാഫിലും മറ്റുമൊക്കെ ലിവർപൂൾ സ്കോർ ചെയ്യാൻ സിറ്റി, നമ്മളൊരു സിറ്റിയിലൊക്കെ കിടന്ന് ബാക്കി പാസ് ചെയ്ത് കളിക്കുന്ന പോലെയൊക്കെ ക്രിസ്റ്റൽ പാലസ് ചില സിറ്റുവേഷനിൽ ലിവർപൂളിനെ അഗേൻസ്റ്റ് ആൻഫീൽഡിൽ വന്ന് ലിവർപൂളിനെ പ്രഷറിലാക്കുവാണ്. ത്രൂ ഔട്ട് ദ മാച്ച് ഞാൻ പറയുന്നില്ല, ആദ്യത്തെ ഒരു ഫസ്റ്റ് 20-25 മിനിറ്റ്സ് SIയിലൂടെ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ലീഡ് എടുക്കുന്നു. മറ്റേറ്റാണെങ്കിൽ ഹോൾഡ് അപ്പ് ചെയ്യുന്നു. മറ്റേറ്റേനെയൊക്കെ ചില ഒരുമാതിരി എർലിംഗ് ഹാളിൻ ലെവൽ റെസ്പെക്റ്റ് കൊടുക്കുന്ന പോലെ പുള്ളിയുടെ അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. പക്ഷെ എന്നാലും ലിവർപൂൾ ഡിഫൻസ് ഭയങ്കര പേടിയായിട്ട് തോന്നുന്നു. ആൻഡ് ഫസ്റ്റ് ഹാഫിൽ തന്നെ ആ ഫേമസ് ജെറാർഡ് സ്ലിപ്പ് തന്നെ നമ്മുടെ വാൻഡേക്ക് ആവർത്തിക്കുന്നു. റോബർട്ട്സൺ ഉള്ളതുകൊണ്ട് രക്ഷപ്പെടുന്നു. അല്ലെങ്കിൽ ഫസ്റ്റ് ഹാഫിൽ തന്നെ കളി കഴിഞ്ഞേനെ. ഫസ്റ്റ് ഹാഫിൽ തന്നെ കളി ഇത് ലാസ്റ്റ് മിനിറ്റ് വരെ ഒരു ഈക്വലൈസർ കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയിൽ മേ ബി ലിവർപൂൾ ഫാൻസ് ഇരുന്ന് കാണും. ആ ഒരു സെക്കൻഡ് ഗോളിലൂടെ കയറുമായിരുന്നെങ്കിൽ ഫസ്റ്റ് ഹാഫ് തന്നെ മേ ബി കഴിഞ്ഞപ്പോൾ തന്നെ പല ലിവർപൂൾ ഫാൻസും റീസെൻ്റ്ലി ഉള്ള ലിവർപൂളിൻ്റെ പെർഫോമൻസ് കാണുമ്പോൾ നിർത്തിയിട്ട് പോയാൽ. ലിവർപൂൾ ഷോട്ട്സ് എടുക്കുന്ന കാര്യത്തിലും ഷോട്ട് കൺവേർട്ട് ചെയ്യുന്ന കാര്യത്തിലും ലീഗിലെ വൺ ഓഫ് ദ വേഴ്സ്റ്റ്. ഷോട്ട് എടുക്കുന്ന കാര്യത്തിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ആണ്, ബട്ട് ഷോട്ട് കൺവേർഷൻ്റെ കാര്യത്തിൽ വൺ ഓഫ് ദ വേഴ്സ്റ്റ് ആണ്. ചാൻസുകൾ മിസ് ചെയ്യുന്ന കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയില്ല. ചാൻസ് ആഫ്റ്റർ ചാൻസ് ആഫ്റ്റർ ചാൻസ്. ഇപ്പം മാൻ യുണൈറ്റഡ് അഗേൻസ്റ്റ് ഉള്ള 2 ലെഗ്സ് ഹോം ആൻഡ് അവേ, സിറ്റിക്ക് അഗേൻസ്റ്റ് ഉള്ള, ഞാൻ പലതവണ ഇപ്പോൾ ലൈവ് സ്ട്രീമിൽ പറഞ്ഞ പോലെ ഈ സിറ്റീനെ ഞങ്ങൾ ആൻഫീൽഡിൽ വെള്ളം കുടിപ്പിച്ചു, സിറ്റി എങ്ങനെയും കളി തീർക്കാനായിട്ട് നോക്കി എന്ന് ഈ സീസൺ എൻഡ് ചെയ്യുമ്പോൾ ആരും ഓർക്കാൻ പോകുന്നില്ല. ആ 2 പോയിന്റ് അവിടെ ഡ്രോപ്പ് ചെയ്തുകൊണ്ട് ലിവർപൂൾ കൊണ്ട് ടൈറ്റിൽ തുറപ്പിക്കുകയാണെങ്കിൽ അത് ആളുകൾ ഓർത്തിരിക്കും. അയ്യോ അന്ന് ജയിച്ചിരുന്നെങ്കിൽ ഞങ്ങൾ 2 പോയിന്റ് എടുത്തേനെ എന്ന് ഓർത്തിരിക്കും. അല്ലാതെ ഞങ്ങളല്ല സിറ്റീനെ വെള്ളം കുടിപ്പിച്ചു എന്ന് പറഞ്ഞ് ഒരു ടൈറ്റിലും കിട്ടാൻ പോകുന്നില്ല. ആ 2 പോയിന്റ് അവിടെ കൊണ്ടുപോയി കളയുന്നു. ഇന്നലെ ക്രിസ്റ്റൽ പാലസിനോട് നോക്കുന്നു. ലൂട്ടൺ ടൗൺ അഗേൻസ്റ്റ് ഇതിന് കഴിഞ്ഞ വർഷത്തെ ഒരു ഫിക്സർ, ഇപ്പം 2023 നടന്നൊരു മാച്ച് അവിടെ കൊണ്ട് കളി തോൽപ്പിക്കുന്നു. എത്ര സിറ്ററുകൾ മിസ് ചെയ്യുന്നു. ചാൻസ് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യണം. ഇന്നലെ നമ്മൾ നോക്കുകയാണെങ്കിൽ സാല മിസ് ചെയ്യുന്നു, ഗോൾഡൻ ചാൻസുകൾ, ജോട്ടയുടെ മിസ്, ജോൺസിൻ്റെ മിസ്, എത്ര ചാൻസുകളാണ് ലിവർപൂൾ മിസ് ചെയ്യുന്നത്. ഈ ഇന്നലത്തെ മാച്ചല്ല, ത്രൂ ഔട്ട് ഇപ്പം സീസൺ ഓവറോൾ നോക്കാനായിട്ടാണെങ്കിൽ ചാൻസ് മിസ് ചെയ്യുന്ന കാര്യത്തിൽ ഒരു ഇതുമില്ല. ഈ ടൈറ്റിൽ കൊണ്ട് ലിവർപൂൾ കളയുകയാണെങ്കിൽ ഇത് ലിവർപൂൾ ബോട്ടിൽ ചെയ്താന്ന് പറയാം. ശരിയാണ്, 10 പോയിന്റ് ഗ്യാപ്പ് ഒന്നും കൊണ്ടേ കളയുന്നില്ല. പക്ഷേ ലിവർപൂൾ പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്യുന്നത് കാണുമ്പോൾ, മാച്ചിലെ പെർഫോമൻസുകൾ കാണുമ്പോൾ എത്ര പോയിന്റ്സ് ആണ് അവർ ഡ്രോപ്പ് ചെയ്യുന്നത്. അതും ജയിക്കേണ്ട കളികൾ ചാൻസ് കൺവേർട്ട് ചെയ്യാത്തതുകൊണ്ട് അത് പക്ക ബോട്ടിലിംഗ് ആണ്. ഇപ്പോൾ 10 പോയിന്റ്സ് കൊണ്ടേ കളയുന്നതിന് മാത്രമേ നമുക്ക് ബോട്ടിലിംഗ് എന്ന് പറഞ്ഞാൽ പോലും, ഇങ്ങനെ ചാൻസുകൾ കളഞ്ഞുകൊണ്ട് ടൈറ്റിൽ റേസിൽ നിന്ന് ഔട്ടാവുന്നതിനും ബോട്ടിലിംഗ് എന്ന് തന്നെ പറയണം. ക്ലോപ്പിൻ്റെ ഭാഗത്ത് മിസ്റ്റേക്സ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ പ്രോബബ്ലി പ്ലേയേഴ്സ് ഓവർ ഫറ്റീഗ്ഡ് ആയേക്കാം, എന്തായിരിക്കാം. പക്ഷേ ഈ ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ ക്ലോപ്പിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പ്ലേയേഴ്സ് ആണ് അൾട്ടിമേറ്റ്ലി ഇതിൻ്റെ ബ്ലെയിം ചെയ്യാറുണ്ട്, പ്ലേയേഴ്സിൻ്റെ കയ്യിലോട്ടാണ്. ഡിഫൻസീവ് ഇപ്പം ലിവർപൂളിൻ്റെ ഡിഫൻഡേഴ്സ് അന്യായിട്ട് പെർഫോം ചെയ്ത് മറ്റേ മറിച്ചതെന്ന് പറയുന്നത്. ഇപ്പോൾ വാൻഡേക്കിൻ്റെ അന്യായ സീസൺ,
ഗോമസ് ഫില്ലിൻ ചെയ്തു, ബ്രാഡ്ലി അടിപൊളി, റോബർട്ട്സൺ വന്നതിന് ശേഷം പൊളി. ലിവർപൂൾ അവസാനം ഒരു ക്ലീൻ ഷീറ്റ് നേടിയത് എന്താണെന്ന് എനിക്ക് ഓർമ്മയില്ല, ഉള്ള പറയാമല്ലോ. ലിവർപൂൾ അവസാനമായിട്ട് ഒരു ക്ലീൻ ഷീറ്റ് നേടിയത് ഈ സീസണിൽ ക്ലീൻ ഷീറ്റ് എത്ര ഉണ്ടെന്നുണ്ടെന്ന് പോലും ഞാൻ നോക്കിയില്ല. മേ ബി വിരലിൽ എണ്ണാന്ന് പോലും കാണത്തില്ല, സോറി വിരലിൽ എണ്ണാവുന്നതേ കാണത്തുള്ളൂ, സോറി. ക്ലീൻ ഷീറ്റ് മേ ബി നമ്മുടെ ഒരു കയ്യിലെ വിരൽ 5 4 എത്ര എണ്ണോ ഞാൻ നോക്കിയില്ല, നോക്കേണ്ടായിരുന്നു. പക്ഷേ ഡ്രെഡ്ഫുൾ ആണ് ലിവർപൂൾ ക്ലീൻ ഷീറ്റ് കീപ്പ് ചെയ്യുന്ന കാര്യത്തിൽ. അത് എടുത്തു പറയേണ്ട കാര്യം, ക്ലീൻ ഷീറ്റ് കീപ്പ് ചെയ്യാതെ ടൈറ്റിൽ അടിക്കുക പാടാണ്, പിന്നെ ചാൻസുകൾ കൺവേർട്ട് ചെയ്യാതെ അടിക്കുക പാടാണ്. ഇനി നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ എവർട്ടൺ അഗേൻസ്റ്റ് എവേ ഒരു ഫിക്ചർ വരുന്നുണ്ട്, ടോട്ടനാം ഫിക്ചർ വരുന്നുണ്ട്. സോ ഇതെല്ലാം മാച്ചുകളാണ്, ലിവർപൂൾ പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്യാൻ സാധ്യതയുള്ള മാച്ചുകളാണ് ഇതൊക്കെ. ശരിയാണ്, ആർസണലുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കമ്പാരിറ്റീവ്ലി ഈസി ഫിക്സ്റ്റേഴ്സ് ആണെങ്കിലും ലിവർപൂളിൽ ഇപ്പോഴത്തെ ഫോം വെച്ച് എന്തായാലും ഇനി മിച്ചമുള്ള മാച്ചുകളിൽ എന്തായാലും 1-2 മാച്ചുകളിൽ ലിവർപൂൾ പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്യാനുള്ള ചാൻസ് കാണുന്നുണ്ട്. അപ്പുറത്തെ സിറ്റിയുടെ ഫിക്സ്റ്റേഴ്സ് നോക്കുകയാണെങ്കിൽ കമ്പാരിറ്റീവ്ലി ഈസിയസ്റ്റ് ഫിക്സ്റ്റേഴ്സ്, ഹോമിൽ കൂടുതൽ മാച്ചുകൾ, ടോട്ടനാം അഗേൻസ്റ്റ് ഉള്ള മാച്ച് മാത്രമായിരിക്കും പ്രോബബ്ലി സിറ്റിക്ക് ഒരു തലവേദന. അതിലും സിറ്റി പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്താലും എനിക്ക് ഉറപ്പാണ് സിറ്റി ടൈറ്റിൽ അടിക്കാനായിട്ടുള്ള സാധ്യത. ആ ഒരു മാച്ച് മാത്രമാണ് സിറ്റി പ്രോബബ്ലി പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്യാനായിട്ട് സാധ്യതയെ കാണുന്നത്. ഫുട്ബോളാണ്, എന്തും സംഭവിക്കാം. പക്ഷേ സിറ്റി ഇത് എത്ര കണ്ടതാണ് എന്നുള്ളൊരു മട്ട് തന്നെയായിരിക്കും. ഇന്നലത്തെ ലിവർപൂളിൻ്റെയൊക്കെ പെർഫോമൻസ് ഡ്രെഡ്ഫുൾ എന്ന് പറയാതെ വയ്യ. ചാൻസ് കൺവേർഷൻ്റെ കാര്യത്തിൽ ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, ബട്ട് കൺവേർട്ട് ചെയ്യുന്നില്ല. ന്യൂനസിനെ ഞാൻ വളരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്, ബട്ട് ന്യൂനസിൻ്റെ ഒക്കെ പെർഫോമൻസ് പരമായി എന്തുകൊണ്ട് ലിവർപൂൾ ഫാൻസ് ഫ്രസ്ട്രേറ്റഡ് ആവുന്നു എന്ന് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. സാലാഹ്, ഡിയാസ്, മാൻ റിയലി ഈ ടീം മോശമാണ്. എൻഡോയുടെ കാര്യം എടുത്തു പറയുകയാണ്. ഞാൻ ഇന്നലെ ലൈവ് സ്ട്രീമിൽ പറഞ്ഞു, എൻഡോ ഈസ് നോട്ട് ദ ലോങ് ടൈം സൊല്യൂഷൻ. അത് ഞാൻ ഇപ്പോഴും പറയുകയാണ്, എൻഡോ ലോങ് ടൈം സൊല്യൂഷൻ അല്ല. എൻഡോ എനർജി പ്രൊവൈഡ് ചെയ്യും, വർക്ക് റേറ്റ് എടുക്കും. പക്ഷെ ക്രിസ്റ്റൽ പാലസ് പോലത്തെ, ഫുള്ളാം പോലത്തെ, അല്ലെങ്കിൽ എവർട്ടൺ പോലത്തെ, നമുക്കറിയാം ലീഗിൽ ഒരു 3-4 ടീമുകൾ ഒഴികെ ബാക്കി എല്ലാ ടീമും ലിവർപൂളിന് അഗേൻസ്റ്റ് വരുമ്പോൾ സിറ്റ് ബാക്ക് ചെയ്യും. ലിവർപൂളിന് അഗേൻസ്റ്റ് വരുമ്പോൾ ബോൾ ലിവർപൂളിനായി കൊടുത്തിട്ട് അവർ ഡിഫെൻഡ് ചെയ്യാൻ ശ്രമിക്കും. അങ്ങനത്തെയൊക്കെ സിറ്റുവേഷനിൽ നിങ്ങൾക്കൊരു ഫബീനോ വേണം, നിങ്ങൾക്കൊരു സെർജിയോ ബുസ്കറ്റ്സ് വേണം, നിങ്ങൾക്കൊരു റോഡ്രി വേണം, നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് ഒരു ബിസൂമയിലും വേണം എന്ന് ഞാൻ പറയും. കാരണം ഇപ്പം വേറെ കാര്യം പറയാനാണെങ്കിൽ ചെൽസിയിൽ ഇപ്പം കൈസീഡോ ഉണ്ട്. കൈസീഡോ പെർഫോമൻസ് തന്നെയാണെന്നല്ല, ബട്ട് കൈസീഡോനെ എന്തുകൊണ്ട് ഡിമാൻഡ് ചെയ്തു? കാരണം ബോൾ അവിടെ ചെല്ലുമ്പോഴേക്കും അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് ആ ഒരു ബേസിക് ലൈൻ ബ്രേക്കിംഗ് പാസുകൾ കിട്ടും, അല്ലെങ്കിൽ പ്രഷറിൽ ബോൾ കീപ്പ് ചെയ്യാനായിട്ട് കപ്പാസിറ്റി ഉള്ള ഒരു പ്ലെയറാണ്. വെറുതെ ഞങ്ങളുടെ അടുത്ത മിഡ്ഫീൽഡറിനെയും കൂടെ ഡ്രാഗ് ചെയ്തിട്ട് മേ ബി അയാളെ ത്രൂ ബിൽഡപ്പ് ചെയ്യാനായിട്ടും ഇങ്ങനത്തെയൊക്കെ സിറ്റുവേഷൻസിൽ എൻഡോക്ക് ഇന്നലെ എന്ത് വേസ്റ്റ്ഫുള്ളാണ്. ഒരു എക്സ്ട്രാ ബോഡി വെറുതെ മിഡ്ഫീൽഡിൽ നിൽക്കുന്ന പോലെയായിരുന്നു ഇന്നലെ. എത്ര ബേസിക് ആളെ ഒന്ന് പ്രഷർ ചെയ്താൽ ആൾ ബോൾ കൊണ്ടേ കളയാണ്. ടീംസ് സിറ്റ് ബാക്ക് ചെയ്യുമ്പോൾ എൻഡോ സത്യം പറഞ്ഞാൽ ലിവർപൂളിനൊരു ബാധ്യത എന്ന് പറയുന്നത് തെറ്റ്. അഗൈൻസ്റ്റ് അറ്റ്ലാന്റ എൻഡോ എന്ത് ഡ്രെഡ്ഫുൾ ആയിരുന്നു ഇന്നലെ. എൻഡോനെ ഫസ്റ്റ് ഹാഫ് തന്നെ എടുത്ത് മാറ്റി. ഈവൻ കളി തുടങ്ങി ആദ്യത്തെ 20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ഇപ്പം ക്ലോപ്പ് എന്തുകൊണ്ട് വൈകിയെന്ന് ഞാൻ പറയത്തില്ല, മേ ബി എടുത്ത് മാറ്റുമായിരുന്നെങ്കിൽ ഒരു തെറ്റില്ലായിരുന്നു. വേസ്റ്റ് ആയിരുന്നു അവിടെ എൻഡോയുടെ പ്രസൻസ് ആയി ഇന്നലത്തെ മാച്ചിൽ. എൻഡോ ഐ തിങ്ക് നെക്സ്റ്റ് സീസൺ നിങ്ങളൊരു ഡിഫൻസീവ് മിഡ്ഫീൽഡിനെ ലിവർപൂൾ കൊണ്ടുവന്നേ പറ്റൂ. അതിനെക്കുറിച്ചൊക്കെ ഞാൻ കൂടുതൽ നമ്മുടെ സെക്കൻഡ് ചാനലിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു വീഡിയോ ത്രൂ. അത് നമ്മൾ ഈ ആർസണൽ മാച്ചിനോട് നോക്കുമ്പോൾ ഫസ്റ്റ് ഹാഫിൽ അർട്ടേറ്റ എന്നാ പറയുക പ്ലേയേഴ്സിനോട് എന്തായാലും ചോദിക്കുന്നുണ്ടായിരിക്കും. നമ്മൾ പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും ആർസണൽ ചാൻസ് കൺവേർഷൻ്റെ കാര്യത്തിൽ ആർസണൽ കമ്പാരിറ്റീവ്ലി ബെറ്റർ ആണ് എമംഗ് ദ 3 എന്നൊക്കെ. പക്ഷേ ആർസണൽ ഇന്നലെ ഫസ്റ്റ് ഹാഫിൽ എങ്ങനെ അറ്റ്ലീസ്റ്റ് ഒരു ഗോൾ ലീഡ് ചെയ്യാനും പോയില്ല എന്ന് അവർ തന്നെ ചോദിക്കേണ്ടി വരും. ഹാവേർട്സിന് മിഡ്ഫീൽഡിൽ സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള മൂവ് ആദ്യമേ വർക്കായി. കണ്ടിന്യൂസ്ലി പുള്ളി മിഡ്ഫീൽഡിൽ നിന്ന് റൺസ് നടത്തുന്നുണ്ടായിരുന്നു. ഒഡിഗാർഡ് കണ്ടിന്യൂസ്ലി ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ആസ്റ്റൺ വില്ല ആ ഒരു ഹാവേർട്സിൻ്റെ റണ്ണ് ട്രാക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുന്നുണ്ടായിരുന്നു. ട്രൊസാർഡും അർട്ടേറ്റയുടെ നല്ല ഹാവേർട്സിൻ്റെ നല്ല കോമ്പിനേഷൻസ് നമ്മൾ ആ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലൂടെ കാണുന്നു. പക്ഷേ ഗോൾ അടിച്ചാലേ കളി ജയിക്കത്തുള്ളൂ. ഫസ്റ്റ് ഹാഫിൽ എമി മാർട്ടിനസും കൂടാതെ അന്യായമായിട്ട് തന്നെ ഇപ്പോൾ ഓവറോൾ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ എന്നായിരുന്നു ഡിയോഗോ കാർലോസിൻ്റെ അടിപൊളി ഡിഫൻസീവ് വർക്കൊക്കെ നമ്മൾ കണ്ടു. ആസ്റ്റൺ വില്ല പിടിച്ചു നിന്ന് എങ്ങനെയൊക്കെയോ. സെക്കൻഡ് ഹാഫിലോട്ട് വന്നപ്പോൾ ആസ്റ്റൺ വില്ല ലുക്ക് ദ ബെറ്റർ സൈഡ് എന്ന് പറയുന്നത് തെറ്റില്ല. ഫസ്റ്റ് ഹാഫിൽ ക്ലിയർലി ആർസണൽ ബെറ്റർ സൈഡ് ആയിരുന്നു. ബട്ട് സെക്കൻഡ് ഹാഫിലോട്ട് വന്നപ്പോൾ ഉനൈ എമറി ഹാഡ് എ പ്ലാൻ. തന്നെ പുറത്താക്കിയ ക്ലബിന് അഗേൻസ്റ്റ് ഹോമിൽ തന്നെ വന്ന് എമറേറ്റ്സിൽ തന്നെ വന്നിട്ട് ഉനൈ എമറിയും അതുപോലെ തന്നെ എമി മാർട്ടിനസും വീണ്ടും പക വീട്ടിയിരിക്കുകയാണ്. ലിയോൺ ബെയിലിയുടെയും അതുപോലെ തന്നെ ഓളി വാട്കിൻസിൻ്റെയും 80 മിനിറ്റിന് ശേഷമുള്ള 2 ഗോളുകളിൽ 2-0 ഒരു വിക്ടറി നേടുകയാണ്. ഈവൻ ദോ റീസെൻറ്റ് പെർഫോമൻസുകൾ നോക്കുമ്പോൾ ബയണുമായിട്ട് ചെന്ന് 2-2, ബട്ട് ഇന്നലെ ഒരു 2-0 ആസ്റ്റൺ വില്ലയായിട്ട് ടോപ്പ് 4 നിൽക്കുന്ന ഒരു സൈഡ്. ഈവൻ ദോ ഇപ്പം ലിവർപൂളിൻ്റെ ഫോമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ആർസണൽ അത്ര മോശമാണെന്ന് ഞാൻ പറയത്തില്ല ഓവറോൾ. പക്ഷേ ആർസണൽ ഹോമിൽ ആസ്റ്റൺ വില്ലയ്ക്ക് അഗേൻസ്റ്റ് ഇങ്ങനത്തെയൊക്കെ മാച്ചുകൾ ജയിച്ചാണ് ടൈറ്റിലോട്ട് എത്തുക. ഇതൊക്കെയാണ് ക്രൂഷ്യൽ ടൈം.
ഇവിടെയൊക്കെയാണ് സിറ്റി മോശമായിട്ട് കളിച്ചു എന്ന് പറഞ്ഞാലും അവർ ഒന്നെങ്കിൽ പോയിന്റ്സ് അറ്റ്ലീസ്റ്റ് ഒരു ഡ്രോയിലും പിടിച്ചുകൊണ്ട് പോകും, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ജയിച്ചുകൊണ്ട് പോകും. അതൊക്കെയാണ് ഒരു വിന്നിങ് മെൻറ്റാലിറ്റി ടീമിൻ്റെ ഇത്. അല്ലെ ആ പെപ്പിനെയൊക്കെ നമ്മൾ സമ്മതിച്ചേ പറ്റൂ. സോ ഇത് സെയിം ഓൾഡ് സ്റ്റോറി പോലെയാണ് മുന്നോട്ട് പോകുന്നത്. അവസാനം വന്ന് ഇപ്പോൾ കുറേ വർഷങ്ങളായിട്ട് ഇപ്പോൾ ലിവർപൂൾ ഇങ്ങനെ കൊണ്ടുപോയി കളയുന്നത് നമ്മൾ കാണുന്നുണ്ട്. ലിവർപൂൾ ചെയ്യുന്ന ഇപ്പോൾ ലാസ്റ്റ് സീസൺ ആർസണൽ ഒന്ന് കളഞ്ഞു, സെക്കൻഡ് സീസണിനേറോ ആർസണൽ കൊണ്ടുപോയി കളയുന്ന പോലെയാണ് തോന്നുന്നത്. ബട്ട് ലാസ്റ്റ് സീസണായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 8 പോയിന്റ് ഗ്യാപ്പൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഇതൊരു പരിധിവരെ നമ്മൾ നോക്കുമ്പോൾ മേ ബി ബോട്ടിലിംഗ് എന്ന് പറയാം അല്ലേ, ഇങ്ങനത്തെയൊക്കെ മാച്ചുകൾ കൊണ്ട് ജയിക്കാതെ കൊണ്ടുപോയി കളയുന്നതിന്. ഇവന്ന് ഞാൻ പറയുകയാണ് ലിവർപൂൾ കാണിക്കുന്നതാണ്. ആർസണൽ ഇന്നലെ തോറ്റെങ്കിലും ലിവർപൂളിൻ്റെ പെർഫോമൻസുകളാണ് കൂടുതൽ കൺസേണിങ് ആയ കാര്യം. ഇവർ ആർസണൽ മേ ബി നെക്സ്റ്റ് മാച്ചസിൽ കംബാക്ക് നടത്തിയേക്കാം. പക്ഷെ ആർസണലിന് ചെൽസി, മാൻ യുണൈറ്റഡ്, ടോട്ടനാം ടഫ് ഫിക്സ്റ്റേഴ്സുകൾ വരാൻ കിടക്കുകയാണ്. ആർസണൽ ഇവിടെ എവിടെയെങ്കിലും പോയിന്റ്സ് കൊണ്ട് കളയാനായിട്ടുള്ള സാധ്യത കാണുന്നുണ്ട്. റീസെൻറ്റ് പെർഫോമൻസുകൾ നോക്കുമ്പോൾ അഗെയിൻസ്റ്റ് ബയൺ മ്യൂണിക്കിന് അഗെയിൻസ്റ്റുള്ള ആ ഡ്രോ, ഇപ്പോഴത്തെ ഒരു പെർഫോമൻസ് അഗെയിൻസ്റ്റ് ആസ്റ്റൺ വില്ല, ഐ തിങ്ക് ആർസണലും പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്യാനുള്ള സാധ്യത വളരെ ഹൈ ആണ്. ഐ തിങ്ക് അറ്റ് എ ടൈം പിള്ളേരും മേ ബി ടൈറ്റിൽ നിന്ന് പതുക്കെ അകലാനായിട്ടുള്ള സാധ്യത കാണുന്നുണ്ട്. ഇപ്പോൾ അഡ്വാൻറ്റേജ് ടു സിറ്റി, അക്കാര്യത്തിൽ യാതൊരു ഡൗട്ടും ഇല്ല. ആൻഡ് സെയിം ഓൾഡ് സ്റ്റോറി, പെപ്പും പിള്ളേരും 4th ഇയർ ഇൻ എ റോ കപ്പുമായിട്ട് പോകുന്നതെന്ന് തോന്നുന്നത്. എൻഡ് ഓഫ് ദ ഡേ ഇപ്പോൾ അറ്റ്ലീസ്റ്റ് 2 വർഷം കഴിയുമ്പോഴാണെങ്കിലും ആർസണലും ലിവർപൂളും അന്യായമായിട്ടൊരു കോമ്പറ്റീഷൻ കൊടുത്തിരുന്നു സിറ്റീനെ എന്നാരും പറയാൻ പോകുന്നില്ല, എന്ന് പറഞ്ഞൊരു ടൈറ്റിൽ കിട്ടാൻ പോകുന്നില്ല. ഇപ്പം ഫുട്ബോൾ ഇപ്പം വളരെ സ്പീഡിലാണ് മൂവ് ചെയ്യുന്നത് അല്ലേ. അപ്പം അടുത്ത 2 വർഷം കഴിയുമ്പോഴേക്കും ആരും അത് ഓർത്തിരിക്കാൻ പോകുന്നില്ല. സിറ്റി ടൈറ്റിൽ അടിച്ചു, 4th ഇയർ ഇൻ എ റോ പെപ്പും പിള്ളേരും കപ്പടിച്ചു. ആർസണലിനും ലിവർപൂളിനും അടിക്കാൻ സാധിച്ചില്ല, അതെല്ലാവരും ഓർത്തിരിക്കത്തുള്ളൂ. അല്ലാതെ ആർസണലിനും ലിവർപൂൾ അവസാനം വരെ ഒരു 3 ഹോഴ്സ് റേസ് കൊടുത്തു, അന്യായമായിരുന്നു. മറ്റേ ക്ലോപ്പിൻ്റെ ലാസ്റ്റ് ഇയർ ലീവ് ചെയ്യുന്ന സെൻറ്റിമെൻറ്റ്സ്, അറ്റ് എ ടൈം പിള്ളേരുടെ ന്യൂ യങ് ബ്ലഡ് എനർജി, അതൊക്കെ നമ്മൾ ആ സീസൺ കണ്ടു. അതൊന്നും ആരും പറയാൻ പോകുന്നില്ല. മേ ബി ആർസണൽ ഫാൻസും ലിവർപൂൾ ഫാൻസും പറയായിരുന്നു, അല്ലാതെ വേറൊരു ഫാൻസും അത് പറയാൻ പോകുന്നില്ല. എന്നല്ലൊരു സിറ്റുവേഷനാണ് വരാൻ പോകുന്നത്. ഇപ്പം ഞാൻ ഇന്നലെ ലൈവ് സ്ട്രീമിൽ പറഞ്ഞ പോലെ 2021-22 സീസൺ ലലീഗ റയൽ അടിച്ചു, ചാമ്പ്യൻസ് ലീഗ് റയൽ അടിച്ചു, അതേ എല്ലാവരും പറയത്തുള്ളൂ. അല്ലാതെ അന്ന് ബെർണബേയിൽ എന്ന് സാവിയും പിള്ളേരും റയലിനെ 4-0 തോപ്പിച്ചെന്ന് മേ ബി കുറച്ച് ബാർസലോണ ഫാൻസ് പറയുന്നല്ലാതെ വേറെ ആരും പറയാൻ പോകുന്നില്ല. ഒരു ന്യൂട്രൽസോ അതോ ഫുട്ബോൾ മേളിൽ ആരും ആ കാര്യം ഓർത്തിരിക്കാൻ പോകുന്നില്ല അല്ലേ. റയൽ മാഡ്രിഡ് ആയിരുന്നു ആ സീസണിലെ ബെസ്റ്റ് ടീം, ലലീഗയും ചാമ്പ്യൻസ് ലീഗിൽ അവരും അടിച്ചു, അതേ ആൾക്കാർ ഓർത്തിരിക്കത്തുള്ളൂ. മേ ബി ആ മാച്ച് കഴിഞ്ഞ ഒരു കുറച്ച് കാലം 1-2 മാസം വല്ലോ എല്ലാ ഫാൻസും റയലിനെ ബാർസ തോപ്പിച്ചു എന്ന് പറയുമായിരിക്കും. പക്ഷേ പിന്നെ എല്ലാവരും മറക്കും. ഫുട്ബോളാണ്, ക്യാരി ചെയ്യും, ടൈറ്റിൽസ് മാറ്റേഴ്സ്. അല്ല അന്യായമായിട്ട് കളിച്ചു എന്നുള്ളത് ആരും മാറ്റർ ചെയ്യാൻ പോകുന്നില്ല. ഇന്നലെ ലെവർകൂസൻ കപ്പടിച്ചു, അതെല്ലാവരും ഓർത്തിരിക്കും. ഇപ്പോൾ ഇന്നലെ ലെവർകൂസൻ മേ ബി 1 പോയിന്റിന് ബയൺ മ്യൂണിക്കിനോട് പോയി തോറ്റു. ഇത്രയും എന്നാ പറയുക, ബയൺ മ്യൂണിക്കിനൊക്കെ പിടിച്ചു നിന്നോ അന്യായം എന്നൊക്കെ പറയുമായിരിക്കും. മേ ബി ഒരു 1-2 മാസം ആളുകൾ അത് പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേ 1 വർഷം 2 വർഷം കഴിയുമ്പോൾ ബയൺ കപ്പടിച്ചു, ലെവർകൂസൻ ഒന്ന് ഫൈറ്റ് ചെയ്ത് കാണും, പക്ഷേ ബയൺ കപ്പ് കൊണ്ടുപോയില്ലെന്നേ ആളുകൾ പറയത്തുള്ളൂ അല്ലേ. പക്ഷേ നമ്മൾ നോക്കുക, ലെവർകൂസൻ കപ്പടിച്ചു, ചരിത്രം സൃഷ്ടിച്ചു, അത് ആളുകൾ സംസാരിക്കും. 10 വർഷം കഴിഞ്ഞാലും 50 വർഷം കഴിഞ്ഞാലും ബയൺ മ്യൂണിക്കിൻ്റെ 11ാമത്തെ ടൈറ്റിലിനെ തടഞ്ഞ ടീം ഏതാണ്, ലെവർകൂസൻ എന്നുള്ളത് 50 വർഷം കഴിഞ്ഞാലും അതുപോലെ 100 വർഷം കഴിഞ്ഞാലും ആളുകൾ അത് ഓർത്തിരിക്കും, ആളുകൾ അത് പറയുകയും ചെയ്യും അല്ലേ. ടൈറ്റിൽസ് മാറ്റേഴ്സ്. അല്ലാതെ അങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആൻഡ് മാൻ സിറ്റീസ് ക്ലിയർ അഡ്വാൻറ്റേജ്. മാൻ സിറ്റി ഇത് എത്ര കണ്ടതാണ്, ഇതൊക്കെ നമ്മൾ സ്ഥിരം കണ്ട ഐറ്റമാണെന്നുള്ള ലാഘവത്തോടെ തന്നെ പെപ്പും പിള്ളേരും മുന്നോട്ട് നീങ്ങുമെന്നാണ് തോന്നുന്നത്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ആര് ടൈറ്റിൽ എടുക്കുമെന്നാണ് തോന്നുന്നത്? ക്ലിയർ അഡ്വാൻറ്റേജ് ഫോർ സിറ്റി എന്നാണ് പേഴ്സണലി എനിക്ക് തോന്നുന്നത്. ആൻഡ് ഒന്നും പറയാനില്ല, ആർസണലും ലിവർപൂളും ചോദിച്ച് തന്നെ വാങ്ങിച്ചത്, എസ്പെഷ്യലി ലിവർപൂൾ ചോദിച്ച് ഈ ടൈറ്റിൽ റേസിൽ നിന്ന് പുറത്ത് പോകുന്ന പോലെയാണ് തോന്നുന്നത്. ഇപ്പം ഞങ്ങൾ വന്ന് താടാന്ന് പറഞ്ഞ് ഇങ്ങനെ നമ്മുടെ ചട്ടമ്പിതാറിനകത്ത് കാട്ടാപ്പള്ളി പറയുന്ന ഡയലോഗില്ലേ, മതവിളകി ആന കുത്താൻ വന്നാലും നെഞ്ച് വിരിച്ച് നിന്നിട്ടുള്ളൂ നാഗേന്ദ്രൻ എന്ന് പറയുമ്പോൾ, എന്നിട്ട് ആശുപത്രിയിൽ പോയി നിൽക്കുമ്പോൾ നമ്മുടെ മറ്റേ കൂടെയുള്ള പുള്ളി പറയുന്ന പോലെ ഒരു മതവിളകി ആന വന്ന ആൾ നെഞ്ചും പിരിച്ച് നിന്നാണ്, അത് വന്ന് കുത്തിയേച്ച് പോയെന്ന് പറയത്തില്ല. ആ ഒരു അവസ്ഥയാണ് ലിവർപൂളിൻ്റെ. അവിടെ നെഞ്ചും പിരിച്ച് നിൽക്കും, ടീമുകൾ വന്നിപ്പം കൊട്ടിയിട്ട് പോവുകയാണ്. ചാൻസുകൾ ഇപ്പം കിട്ടുന്ന അവസരം ലിവർപൂൾ കൺവേർട്ട് ചെയ്യുന്നില്ല. ലിവർപൂൾ ടൈറ്റിൽ റേസിൽ നിന്ന് ഔട്ടായി. ആൻഡ് ആർസണലും ആ ഒരു പാതയിലേക്കാണോ പോകുന്നതെന്ന് ഡൗട്ടുണ്ട്. സോ നമുക്ക് നോക്കാം എന്താകുമെന്ന്. നിങ്ങൾ നിങ്ങളുടെ ഒപ്പീനിയൻ പറയുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണാൻ അതിലേക്കും ബൈ.